സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കണക്റ്റിംഗ് വേർഡ്സ് ആണ്. നമ്മൾ വളരെയേറെ കണക്റ്റിംഗ് വേർഡ്സ് ഇതുവരെയും പഠിച്ചു കഴിഞ്ഞു. ഈ സെക്ഷനിലും ഞാൻ കണക്റ്റിംഗ് വേർഡ്സിനെ പറ്റി തന്നെയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം കണക്റ്റിംഗ് വേർഡ്സിനെ പറ്റി. ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് സം ടൈംസ് എന്നുള്ളതാണ്. സം ടൈംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ വാക്കുകളല്ല പഠിക്കേണ്ടത്, സെൻറ്റൻസുകൾ പഠിക്കുക, എങ്കിലേ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുക, അപ്പോഴേ നമ്മളിത് മറക്കത്തില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഐ സംടൈംസ് വാച്ച് TV എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ TV കാണാറുണ്ട്. സംടൈംസ് ഹി ഹെയ്റ്റ്സ് ഹിസ് ജോബ്, ചിലപ്പോൾ അവൻ്റെ ജോലിയെ വെറുക്കാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, ജോലി നമുക്കാർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോഴുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹെയ്റ്റ്സ് വന്നത്. ടെൻസ് ഒരുപാട് പറയരുത് എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ടെൻസിനെ പറ്റി പൊതുവായിട്ട് പറയുന്നത് നമ്മൾ ഒരു തവണ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കുക എന്നുള്ളതാണ്. പഠിച്ച് കഴിഞ്ഞ് മറക്കുക എന്നുള്ളത് പ്രത്യേകം ഓർക്കുക, പഠിക്കുന്നതിന് മുമ്പ് മറക്കണം. സംടൈംസ് ഐ ഗോ ബൈ ട്രെയിൻ ടു മൈ ഓഫീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, ട്രെയിനിലാണ് പോകുന്നത്. ഇനി നിങ്ങൾക്കുണ്ടാകുന്നൊരു സംശയം, ഈ സം ടൈം കേട്ടിട്ടുണ്ട്. ഈ സംടൈംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ യെസ് തീർച്ചയായിട്ടും വേണം. അപ്പോൾ സം ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് സമയത്തേക്ക് വെയിറ്റ് ചെയ്യുക. ഡോക്ടർ വിൽ ടേക്ക് സം ടൈം ടു ചെക്ക് ദ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ കുറച്ച് സമയം എടുക്കും ഒരു പേഷ്യൻറ്റിനെ ചെക്ക് ചെയ്യാൻ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഒരിടത്ത് എസ് ഉണ്ട്, അതിൻ്റെ അർത്ഥം ചിലപ്പോൾ എന്നാണ്. സം ടൈമിൻ്റെ അർത്ഥം കുറച്ച് സമയം എന്നുള്ളതാണ്. അപ്പോഴത് മാറിപ്പോരുത്. ഇനി ലുക്ക് ലൈക്കിൻ്റെ അർത്ഥം പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് ഫിഷ്. ഇവിടെ എന്തുകൊണ്ടാണ് എസ് വന്നത്, ലുക്സ് എന്ന് വന്നത്? കാരണം അവിടെ ഇറ്റ് എന്തായതുകൊണ്ടാണ്, സിംഗുലർ ആയതുകൊണ്ട്. അതായത് ഇത് മീൻ പോലെ ഇരിക്കുന്നു. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഇപ്പോൾ പുതുതായിട്ടുള്ള കറിയൊക്കെ വെക്കുന്ന രീതി അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഇറച്ചിയാണോ മീനാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് മീൻ പോലെ ഇരിക്കുന്നു, ഉറപ്പില്ല. ഷീ ലുക്സ് ലൈക്ക് ഹർ മദർ എന്ന് പറഞ്ഞാൽ അവളുടെ അമ്മയെപ്പോലെയാണ് ഇരിക്കുന്നത്. എവ്രി വൺ സേസ് ദാറ്റ് ഐ ലുക്ക് ലൈക്ക് മൈ ഫാദർ. എല്ലാവരും പറഞ്ഞത് എന്താണ്, ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ എവ്രി വൺ എന്നുള്ളത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ, ഈ വൺ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അവിടെ ഒരു വൺ ഉണ്ട്, അപ്പോഴത് സിംഗുലർ ആയിരിക്കും. അപ്പോൾ എവ്രി വൺ സെയ്സ് എന്നാണ് പറഞ്ഞത്, സേ എന്നല്ല പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിൽ കാണുന്ന ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തുക എങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പലരും ചെയ്ത് കാണും, എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു പുതിയ സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചു എന്നറിയാൻ വേണ്ടി എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എക്സാം കഴിഞ്ഞു. 1000-ൽ കൂടുതൽ സ്റ്റുഡൻസ് പങ്കെടുത്തിട്ടുണ്ട്. നല്ല സ്കോറാണ് മിക്കവർക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലും നിങ്ങൾ പങ്കെടുക്കുക. എൻ്റെ ഫേസ്ബുക്കിൽ പേജിൽ ചെന്നാൽ മതി, ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻ അതർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഐ കെയിം ഹിയർ ഫോർ ജോബ്, ഇൻ അതർ വേർഡ്സ് ഫോർ മേക്കിംഗ് മണി. മിക്കവരുടെയും ജീവിതത്തിൽ അതാണ് സത്യം, അല്ലേ? എന്തിനാണ് ഇവിടെ വന്നത്? സത്യത്തിൽ ജോലിക്ക് വേണ്ടിയാണ് വന്നത്. വേറെ രീതി പറയുകയാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നതെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ദേ ആർ പേയിങ് ഹിം ഓൺലി 1000 rupees പെർ മന്ത്. അവന് 1000 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇൻ അതർ വേർഡ്സ് ഈസ് ഏർണിംഗ് നത്തിങ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അവരൊന്നും സമ്പാദിക്കുന്നില്ല. കാരണം വെറും 1000 രൂപ മാത്രമേ അവന് കിട്ടുന്നുള്ളൂ. ടു ബി ഓണസ്റ്റ്, ഇവിടെ ഹോണസ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞു, ഓണസ്റ്റ് എന്നാണ്. അവിടെ എച്ച് പ്രൊനൗൺസ് ചെയ്യത്തില്ല. ടു ബി ഓണസ്റ്റ്, സത്യം പറയുകയാണെങ്കിൽ. ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് ലൈക്ക് ദിസ് ജോബ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ ഞാൻ ജോബിനെ പറ്റിയാണ് പറഞ്ഞത്. ജോലി നമുക്ക് താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ്. ടു ബി ഓണസ്റ്റ്, ദ മൂവി വാസ് ടെറിബിൾ. അതായത് നിങ്ങളൊരു സിനിമ കണ്ടിട്ട് വരികയാണ്, അപ്പോഴൊരു സുഹൃത്ത് നിങ്ങളോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ടു ബി ഓണസ്റ്റ് ദ മൂവി വാസ് ടെറിബിൾ. അല്ലെങ്കിൽ
നമുക്ക് വളരെ നല്ലതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ദ മൂവി വാസ് വെരി ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബൈ ദ വേ, ഈ ബൈ ദ വേ 2 രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് ബൈ ദ വേ എന്നുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രാധാന്യം കുറഞ്ഞ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഇപ്പോഴും നമുക്ക് രണ്ടും ശ്രദ്ധിക്കാം. ബൈ ദ വേ, ഐ ആം ജസ്റ്റിൻ തോമസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുകയാണ്. അപ്പോൾ എങ്ങനെ പറയാം? ബൈ ദ വേ, ഐ ആം ജസ്റ്റിൻ തോമസ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? മൈ നെയിം ഈസ് ജസ്റ്റിൻ തോമസ് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മളൊക്കെ, ഞാനും ഒക്കെ വരുത്തിക്കൊണ്ടിരുന്ന ഒരു തെറ്റാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തെറ്റാണ്. അതായത് മൈസെൽഫ് എന്ന് നിങ്ങൾ പറയരുത്. മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ മൈസെൽഫ് ജസ്റ്റിൻ തോമസ് എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. അത് തെറ്റാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അങ്ങനെ പറയരുത്. നിങ്ങൾ പലപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. എൻ്റെ ഇൻ്റർവ്യൂ സെക്ഷൻസ് ഉടനെ വരുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, മൈസെൽഫ് എന്ന് ഒരിക്കലും പറയരുത്. മൈ നെയിം ഈസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം എന്ന് പറയാം. ഇനി ഇപ്പോഴും നിങ്ങൾ ഓഫീസിലിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ഉച്ച കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ സംസാരിക്കുന്നതിനിടയ്ക്ക് പറയാണ്, ബൈ ദ വേ, someone ഫ്രം HDFC ബാങ്ക് കോൾഡ് യു ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ HDFC ബാങ്കിൽ നിന്നും ആരോ നിങ്ങളെ വിളിച്ചായിരുന്നു. നമുക്കറിയാം ഒത്തിരി കോൾ വരുന്നതാണ്. ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് വേണമെന്നൊക്കെ ചോദിച്ച് കോൾ വരുന്നതാണ്. അതുപോലൊരു കോളാണ്. വലിയ പ്രാധാന്യമൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബൈ ദ വേ, someone ഫ്രം HDFC ബാങ്ക് കോൾഡ് യു ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ നിന്നെ ആരോ വിളിച്ചായിരുന്നു HDFC ബാങ്കിൽ നിന്നാണ് എൻ്റെ അർത്ഥം. എനിവേ, ഐ ഹാവ് ടു ഗെറ്റ് എ ജോബ്. ഈ ഹാവ് ടു എന്ന് പറഞ്ഞാൽ നിർബന്ധമായി എന്നുള്ളതാണ്. നമ്മളത് പഠിച്ചതാണ്. മസ്റ്റ് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിവേ, ഐ മസ്റ്റ് ഗെറ്റ് എ ജോബ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. ഐ വിൽ ഡു ഇറ്റ് എനിവേ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഞാനത് ചെയ്തോളാം. എനിവേ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തൊരു കാര്യം പറയണം. അപ്പോൾ ഞാൻ പറയുകയാണ് അവസാനം, എങ്ങനെയാണെങ്കിലും എനിക്കതിനോട് താല്പര്യമില്ല നമ്മൾ പറയാറില്ലേ, അതിനെന്ത് പറയാം? എനിവേ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ആഫ്റ്റർ ഓൾ, അങ്ങനെയൊക്കെ ആയെങ്കിൽ കൂടി, അല്ലെങ്കിൽ എന്നിരുന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്നുള്ളതാണ്. ഐ ലൈക്ക് ഹെയർ, ആഫ്റ്റർ ഓൾ ഷീ ഈസ് മൈ സിസ്റ്റർ. അപ്പോൾ നമ്മുടെ ഒരു സഹോദരി നമ്മളോട് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഐ ലൈക്ക് ഹെയർ, എനിക്ക് അവളെ ഇഷ്ടമാണ്. കാരണം എന്താണ്? എന്തൊക്കെയാണെങ്കിൽ പോലും അവൾ എൻ്റെ പെങ്ങളാണ് എന്ന് പറയത്തില്ലേ? ആഫ്റ്റർ ഓൾ ഷീ ഈസ് മൈ സിസ്റ്റർ. ഓക്കെ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ ബാക്ക് ടു മൈ ജോബ് ആഫ്റ്റർ ഓൾ എന്ന് പറഞ്ഞാൽ അവസാനം ഞാൻ എങ്ങനെയൊക്കെ ആണെങ്കിലും, അവർ ജോലിയുടെ സ്ഥലത്ത് പല പ്രശ്നങ്ങളൊക്കെയാണ്. എങ്ങനെയാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ ചെയ്തു? ഐ ഹാവ് ഡിസൈഡഡ്, ഞാൻ തീരുമാനമെടുത്തു എന്ത് ചെയ്യാൻ? ഗോ ബാക്ക് ടു മൈ ജോബ്, ജോലിയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനമെടുത്തു. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, അതിപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതിന് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യങ്ങളാണ്. ചിലപ്പോൾ ജോലി സ്ഥലത്ത് വളരെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, അതൊക്കെ ആയിരിക്കാം. സംതിങ് ലൈക്ക് ദാറ്റ് ഓർ സംതിങ് സിമിലർ എന്ന് പറഞ്ഞാൽ അതുപോലെ എന്തെങ്കിലും എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. ദിസ് ഈസ് എ ബിരിയാണി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് നമ്മുടെ ഒരു സുഹൃത്ത് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നമുക്കൊരു വിഭവം തന്നു. അപ്പോൾ നിങ്ങൾ ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, അവിടെ അറബികളുടെ ഒരു വിഭവമുണ്ട്. ബിരിയാണി അല്ലാതെ തന്നെ അതുപോലെ ഏകദേശമൊക്കെ ഇരിക്കുന്ന ചോറൊക്കെ ചേർത്തിട്ടുള്ള ഒന്നുണ്ട്. പേര് ഞാൻ മറന്നുപോയി, നിങ്ങൾക്കറിയാമായിരിക്കും. അത് ബിരിയാണി പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ അത് ബിരിയാണി അല്ല. പിന്നെ ബിരിയാണി ഉണ്ട്, അതല്ലാതെ വേറൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ദിസ് ഈസ് എ ബിരിയാണി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഇത് ബിരിയാണി ആണോ അതോ അതുപോലത്തെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ സംതിങ് സിമിലർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. വുഡ് യു ലൈക്ക് പെപ്സി, തംസപ്പ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് പെപ്സിയോ തംസപ്പോ അതുപോലെ എന്തെങ്കിലും വേണോ എന്നാണ് ചോദ്യം. ഓക്കെ. ഷീ വർക്ക്സ് ഇൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ. അതായത് നമ്മുടെ ഒരു സഹോദരിയാണ്. ഇപ്പോൾ അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അപ്പോഴത് പറഞ്ഞു ഒരു സോഫ്റ്റ്വെയർ കമ്പനി. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഷീ വർക്ക്സ് ഇൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. നമുക്കത് ഉറപ്പില്ല, അതുപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അതുപോലെ എന്തെങ്കിലും ഒന്നിലാണ് എന്നാണ് പറയുന്നത്. സംഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയോ, ഒരു വിധത്തിൽ എന്നുള്ളതാണ്. വി ഡിഡ്ന്റ് ഹാവ് മണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ബട്ട് വി മാനേജ്ഡ് സംഹൗ, പക്ഷേ ഒരു വിധത്തിൽ ഞങ്ങളത് ഒപ്പിച്ചെടുത്തെന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഒരു വിധത്തിൽ ഒപ്പിച്ചെന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ്. ബട്ട് വി മാനേജ്ഡ് സംഹൗ. ഓക്കെ. സംഹൗ ഷീ ന്യൂ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയോ അവൾക്കറിയാം, എന്തോ കള്ളത്തായിരിക്കാം, അപ്പോൾ അവൾക്കറിയാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഹി ഫിനിഷ്ഡ് ദ ജോബ് സംഹൗ ഓർ ഹി ഫിനിഷ്ഡ് ദ വർക്ക് സംഹൗ. എങ്ങനെയോ അവൻ ജോലി തീർത്തു ഒരു വിധത്തിൽ.
സംഹൗ യു ലുക്ക് ഡിഫറെൻറ്റ് ടുഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് വരികയാണ്. അപ്പോൾ അവന് എന്തോ ഒരു വ്യത്യാസമുണ്ട്, എന്താണ് അതിൽ എങ്ങനെ ഒരു ഇച്ചിരി വ്യത്യാസം തോന്നുന്നു. അപ്പം മുടിയുടെ സ്റ്റൈല് മാറ്റിയതാണോ അതോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണെന്ന് തോന്നുന്നത്. ഫേമസ് ഫോർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിന് പ്രശസ്തമായിട്ടുള്ള എന്നുള്ളതാണ് ഫേമസ് ഫോർ എന്നുള്ളത്. ദിസ് ഹോട്ടൽ ഈസ് ഫേമസ് ഫോർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഹോട്ടൽ ചിക്കൻ ബിരിയാണിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. കോഴിക്കോട് ഈസ് ഫേമസ് ഫോർ ഡിഫറെൻറ്റ് സ്വീറ്റ്സ്. നമുക്കറിയാം കോഴിക്കോട് എന്തിനാണ്, ഒരുപാട് സ്വീറ്റ്സിന്, മിഠായികൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനാണ് പറയുന്നത് കോഴിക്കോട് ഈസ് ഫേമസ് ഫോർ ഡിഫറെൻറ്റ് സ്വീറ്റ്സ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഇത് കൂടിയാണ്, അല്ലെങ്കിൽ ഇത് കൂടി എന്നുള്ളത്. നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഒരാളെ പറ്റി രണ്ട് കാര്യങ്ങൾ കൂടി പറയുമ്പോഴാണ് ഈ നോട്ട് ഓൺലി ബട്ട് ഓൾസോയും കൂടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത്, ഹീ ഈസ് നോട്ട് ഓൺലി ഇൻ്റലിജൻറ്റ് ബട്ട് ഓൾസോ ഫണ്ണി എന്ന് പറഞ്ഞാൽ അവൻ വളരെ ബുദ്ധിമാനാണെന്നുള്ളത് മാത്രമല്ല, അവൻ വളരെ തമാശകളൊക്കെ പറയുന്ന ഒരാളാണ്. ഈസ് ബട്ട് ഓൾസോ ഫണ്ണി. ഓക്കെ, ഈ ഫണ്ണിക്ക് പല മീനിങ് ഉണ്ട്. ഇവിടെ അവൻ തമാശകളൊക്കെ പറയുന്നുള്ള അർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹീ നോട്ട് ഓൺലി വോൺ ദ മാച്ച് ബട്ട് ഓൾസോ ബ്രോക്ക് ഓൾ റെക്കോർഡ്സ്. അവൻ വിജയിച്ചു എന്ന് മാത്രമല്ല, അവൻ എല്ലാ റെക്കോർഡ്സും തകർത്തിരിക്കുകയാണ്. അപ്പോഴേ ഓട്ടത്തിലോ ചാട്ടത്തിലോ എന്തിലൊക്കെയാണ് വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല, അവന് പക്ഷേ എല്ലാ റെക്കോർഡും, പഴയ എല്ലാ റെക്കോർഡും അവൻ തകർത്തിരിക്കുകയാണ്. അറ്റ് ദ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അല്പസമയത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായി എന്നുള്ള പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഐ എം നോട്ട് വർക്കിംഗ് അറ്റ് ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പല അർത്ഥങ്ങളുണ്ട്. അതായത് ഞാൻ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ഞാൻ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ പറയാം, ഐ എം നോട്ട് വർക്കിംഗ് അറ്റ് ദ മൊമെൻറ്റ് ബട്ട് ഐ എം ട്രൈയിങ് ഫോർ എ ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിലും പറയാം. ഓക്കെ, വി ആർ പ്ലാനിങ് ടു ബൈ എ ഹൗസ് അറ്റ് ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോഴൊരു വീട് വാങ്ങിക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ മൊമെൻറ്റ് ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ എ ജോബ് ചേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കമ്പനി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോള് വരുമായിരിക്കും, ഒരു നല്ലൊരു അവസരമുണ്ട്, HR നിങ്ങളെ ഫോൺ വിളിക്കുമായിരിക്കും. അപ്പോൾ അവർ പറയും നല്ലൊരു അവസരമുണ്ട്, നിങ്ങൾ ഈ ജോലി ചേഞ്ച് ചെയ്തോന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം, അറ്റ് ദ മൊമെൻറ്റ് ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എ ജോബ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ജോലി മാറാൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ മാറുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇപ്പോഴും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ കണ്ടതിന് ശേഷം, തീർച്ചയായിട്ടും ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ പോയി നിങ്ങൾ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് മാർക്കൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.